നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ഒരു സ്വപ്നം ജനങ്ങളുടെ ശബ്ദമാകാനുള്ളത്, ഒരു ദൗത്യം സത്യവും നീതിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. 2 പതിറ്റാണ്ടായി പ്രാദേശിക വാർത്തകളുടെ ലോകത്ത് വിശ്വാസത്തിന്റെ പേരായി NCTV. നാടിന്റെ ഓരോ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ച് 21ാം വയസ്സിലേക്ക്. നീതിയും നീതി നിഷേധവും നന്മയും കലർന്ന എല്ലാ വാർത്തകളും ഞങ്ങൾ അറിയുന്നു, അറിയിക്കുന്നു. പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം തേടാൻ ഞങ്ങളും ഒപ്പമുണ്ട്. പ്രാദേശിക വികസനത്തിന് ആക്കം കൂട്ടിയും അഴിമതിക്കും നീതി നിഷേധത്തിനെതിരെയും ചൂണ്ടുവിരലായും നാടിന്റെ പക്ഷം ചേർന്ന NCTVയുടെ 21 വർഷങ്ങൾ. ഇന്നും അതേ പ്രതിബദ്ധതയോടെ, അതേ ഉണർവോടെ നാം ആഘോഷിക്കുന്നു. സത്യത്തിന്റെ വിളക്കായി, നാടിനൊപ്പം നന്മയ്ക്കൊപ്പം NCTV. ട്യൂൺ യുവർ ഹോം ചാനൽ ഓൺ കേരള വിഷൻ കേബിൾ നെറ്റ്വർക്ക്, ചാനൽ നമ്പർ 2. പ്രാദേശിക വാർത്താ രംഗത്ത് 21 വർഷം പൂർത്തിയാക്കി NCTV ന്യൂസ്. നാടിന്റെ സ്പന്ദനമറിഞ്ഞും അറിയിച്ചും കാലങ്ങൾ മാറുമ്പോഴും മാറ്റത്തിന്റെ ശബ്ദവുമായി പ്രാദേശിക വിഷയങ്ങളിൽ നീതിയുടെ പക്ഷം ചേർന്ന് NCTVയുടെ ജൈത്രയാത്ര തുടരുകയാണ്. 2004 നവംബർ 1 NCTV വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയത്. 21ന്റെ നിറവിൽ NCTV കേരള വിഷൻ IPTVയിലും നവമാധ്യമ രംഗത്തും സജീവമാണ്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകളുടെ അതിപ്രസരമില്ലാതെ വാർത്തകളുടെ ആധികാരിക റിപ്പോർട്ടുകൾ നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് NCTV. ഓരോ നിമിഷവും മാറിമറിയുന്ന പ്രാദേശിക വാർത്തകൾ ഇനി വിരൽത്തുമ്പിലറിയാം. NCTV ന്യൂസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളിലും nctvnews.in എന്ന വെബ്സൈറ്റിലും വാർത്തകൾ അപ്പോൾ അറിയാം. കേരള വിഷന്റെ നൂതന സംരംഭമായ കേരള വിഷൻ ITVയിൽ IPTV സർവീസ് വഴിയും NCTV ലഭ്യമാണ്. ITVയിൽ 76 നമ്പർ ചാനലിൽ NCTV തൃശൂർ എന്ന പേരിലാണ് ലഭ്യമാകുന്നത്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സംഭവങ്ങളെല്ലാം സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ രാത്രി 8നും 10നും രാവിലെ 6:30നും 8നും ബുള്ളറ്റിനുകൾ. മാറുന്ന ലോകത്ത് പുതിയ മാറ്റങ്ങളുമായി മാറ്റമില്ലാത്ത വിശ്വാസ്യതയോടെ NCTV പ്രയാണം തുടരുന്നു. 21 വർഷവും ഞങ്ങളെ ചേർത്ത് പിടിച്ച പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. അമ്പല്ലൂരിന്റെ വാർത്താ കേന്ദ്രത്തിന്റെ ചുറ്റുവട്ടമുള്ള 10 പഞ്ചായത്തുകൾ എല്ലാ ദിവസവും കേൾക്കുന്ന 20 വർഷക്കാലത്തെ വാർത്തകളിലൊന്ന് NCTVയുടെ വാർത്തയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ വിശേഷങ്ങളുടെയും മുമ്പിൽ കണ്ണു ചിമ്മാതെ NCTV കാവലിരുന്നിട്ടുണ്ട്. ആ വിശേഷങ്ങൾ നമ്മുടെ നാടിനോട് പറയാൻ, നമ്മുടെ നാടിൻ്റെ ആഘോഷങ്ങളിൽ പങ്കാളിയാകാൻ, നമ്മുടെ നാടിൻ്റെ ദുരന്തങ്ങളിൽ കൈനീട്ടി സഹായിക്കാൻ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ 20 വർഷക്കാലത്തെ NCTVയുടെ യാത്ര സഫലമായ ഒരു യാത്രയാണ്. NCTV ജന്മം കൊണ്ട ദിവസത്തിൻ്റെ പ്രത്യേകത കേരള പിറവി ദിനമാണ്. 2025 നവംബർ 1 കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുന്ന ദിവസമാണ് 2025 നവംബർ 1. അതിദരിദ്രരില്ലാത്ത കേരളം സൃഷ്ടിക്കപ്പെടുന്ന നവംബർ 1 NCTV വാർഷികവും ആഘോഷിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ വെള്ളത്തിലെ മത്സ്യം പോലെ പ്രവർത്തിക്കേണ്ടതാണ് ഒരു പ്രാദേശിക മാധ്യമം. പ്രാദേശിക മാധ്യമ പ്രവർത്തകരോട് വ്യക്തിപരമായ ഒരു ബന്ധം കൂടി എനിക്കുണ്ട്. കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമനിധി എന്ന ആശയം ആദ്യമായി സ്വകാര്യ ബില്ലിലൂടെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയ ഒരു MLA ആണ് ഞാൻ. അതുകൊണ്ട് തന്നെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാടിന് നടത്തുന്ന സമാനതകളില്ലാത്ത സംഭാവനകളിൽ ഒരു വിളക്കുമാടം പോലെ NCTV ഉണ്ടാകും. 20 വർഷത്തെ യാത്ര അഭംഗുരം തുടരട്ടെ. എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും സ്നേഹവും. നമസ്കാരം. എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക ദൃശ്യമാധ്യമമാണ് NCTV. 2004
നവംബർ മാസം 1-ാം തീയതിയാണ് NCTV ചാനൽ പുതുക്കാട് ബേസ് ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നത്. അന്നു മുതലേ ഞാൻ NCTVയുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ 20 വർഷം പൂർത്തീകരിച്ച് 21ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ പുതുക്കാട്, കൊടകര മേഖലകളിൽ, അമ്പല്ലൂർ, ഇങ്ങനെ വടന്തരപ്പള്ളി, അങ്ങനെയുള്ള ഈ പ്രദേശങ്ങളിലാകെയുള്ള ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളൊക്കെ NCTVയിലൂടെ അവർ പൊതുരംഗത്തേക്ക്, ഭരണാധികാരികളുടെ ഇടയിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി കുറേയേറെ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു മാധ്യമം കൂടിയാണ് NCTV. നമ്മുടെ രാജ്യം ഒരു മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയും അതിൻ്റെ സാമൂഹിക സാമ്പത്തിക ക്രമങ്ങളുമുള്ള ഒരു രാജ്യത്താണ് ഇത്രയേറെ നേട്ടം ഈ കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു ദിനം നവംബർ മാസം 1-ാം തീയതിയാണ്. വലിയൊരു ആഘോഷം ഈ കേരളത്തിലാകെ നടക്കുന്നത്. ലോകമാകെ അറിയുന്ന നിലയിലാണ് ആഘോഷങ്ങൾ പോകുന്നത്. പ്രത്യേകമായി ഇവിടെ എല്ലാ വാർഡുകളിലും പ്രത്യേക ആഘോഷങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ മണ്ഡലത്തിൽ നടക്കുന്നത്, എല്ലായിടത്തും നടക്കുന്നുണ്ട് കേരളത്തിലാകെ. അപ്പോൾ ആഘോഷങ്ങളും കൂടി NCTVയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ വിജയാശംസകളും നന്മകളും നേരുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം. നെക്സസ് കമ്മ്യൂണിറ്റി ടെലിവിഷൻ്റെ കീഴിൽ നമ്മുടെ NCTVയുടെ സംപ്രേഷണം ആരംഭിച്ചിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞ് 21ാം വർഷത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. നമ്മുടെ പ്രാദേശിക വാർത്തകൾ സത്യസന്ധമായി ഏറ്റവും വേഗത്തിൽ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തിലേറെ NCTV നടത്തിയ ആ പരിശ്രമം ഏറെ വിലമതിക്കുന്നതാണ്. ഇനിയും കൂടുതൽ മേന്മയോടെ NCTVയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. എല്ലാ നന്മകളും വിജയങ്ങളും ആശംസിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സാധാരണ മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾക്കൊപ്പവും പ്രകൃതിയുടെ പ്രശ്നങ്ങൾക്ക് ഒപ്പവും പ്രാദേശിക വികസനത്തിന് ഒപ്പവും നിൽക്കുക എന്നുള്ളതാണ് പ്രാദേശിക മാധ്യമത്തിൻ്റെ കടമ എന്ന് 20 വർഷങ്ങളുടെ പ്രവർത്തനം കൊണ്ട് NCTV മനോഹരമായി തെളിയിച്ചു. എങ്ങനെയാണ് ജീവൽ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതിൻ്റെ സൗന്ദര്യം വളരെ മനോഹരമായി ഈ വർഷങ്ങൾക്കുള്ളിൽ ജനങ്ങളിൽ എത്തിക്കുവാൻ NCTVക്ക് കഴിഞ്ഞു. വ്യക്തമായിട്ടും അത് ഒരു കലാപ്രകടനം തന്നെയാണ്. മനുഷ്യൻ്റെ സർഗശേഷിയെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് കല. അതുപോലെ ഒരു മാധ്യമത്തിൻ്റെ അന്തർ സൗന്ദര്യം ജനങ്ങളിൽ എത്തിക്കുന്നതാണ് മാധ്യമത്തിൻ്റെ കല. അത് ഏതു വിധേന പറ്റും എന്ന് NCTV തെളിയിക്കുകയാണ്. വർത്തമാനകാല മാധ്യമങ്ങൾ ഇതിൽ നിന്നെല്ലാം അകന്ന് പലപ്പോഴും സമ്പത്തിൻ്റെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള അധികാരത്തിൻ്റെയും ഒപ്പം നിൽക്കുമ്പോൾ ജനകീയതയാണ് ശരി, പ്രകൃതിയാണ് ശരി എന്ന് സമൂഹത്തോട് പറയുകയാണ് NCTV. ഈ മാതൃകയാണ് വളർന്നു വരേണ്ടത്. പ്രാദേശിക മാധ്യമങ്ങളുടെ സമഷ്ടിയിലാണ് ഒരു രാജ്യത്തിൻ്റെ മാധ്യമ ശൃംഖല നിൽക്കേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം ഇനിയും തുടരാൻ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഈ മാധ്യമം എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ് വ്യക്തിപരമായി എനിക്ക് ഉള്ളത്. NCTVയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ അഭിവാദനങ്ങൾ, അഭിനന്ദനങ്ങൾ. NCTVയുടെ പ്രവർത്തനത്തിന് 20 വർഷം പിന്നിട്ടു. പ്രാദേശിക വാർത്താരംഗത്ത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം NCTV വാർത്ത എന്നാൽ
ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിവാണ്. ആ വാർത്ത കേൾക്കാതെ കണ്ട് നമ്മുടെ NCTVയുടെ പ്രവർത്തന മേഖലയിലെ മഹാഭൂരിപക്ഷം സാധാരണക്കാരും ഉറങ്ങാൻ കിടക്കില്ല എന്നുള്ളതാണ്. മറ്റ് നിരവധി വലിയ വാർത്താമാധ്യമത്തെക്കാൾ ഉപരി NCTVയുടെ പ്രവർത്തനം അതിശക്തമാണ്. അതിന് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുഴുവൻ ആശംസകളും നേരുന്നു. പ്രാദേശിക മാധ്യമ രംഗത്ത് NCTV 2 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പ്രാദേശിക മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഒരു മാധ്യമത്തിന് 2 പതിറ്റാണ്ട് കാലം നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ സംഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ ഹൃദയവികാരങ്ങളും ഒപ്പിയെടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധത്തിലൂടെ ശരിയായ വാർത്തകൾ ശരിയായ സമയത്ത് ശരിയായ ആളുകളിലേക്ക് എത്തിക്കാൻ NCTVക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ചെറിയ മേഖലയാണെങ്കിലും ആ മേഖലയുടെ മുക്കിലും മൂലയിലും നടക്കുന്ന ചെറുതും വലുതുമായ സംഭവവികാസങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുക എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി മാധ്യമ മേഖലയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും NCTVയെ വേറിട്ട ശബ്ദമായി നിലനിർത്തുന്നു എന്നതാണ് ഞാൻ കാണുന്ന ഒരു സവിശേഷത. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണ്. ആ രീതിയിൽ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഒരു മാധ്യമം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് 2 പതിറ്റാണ്ട് കാലം NCTV പിടിച്ചു നിന്നത്. അങ്ങനെ പിടിച്ചു നിന്നുകൊണ്ട് നാടിന് നിസ്വാർത്ഥമായ മാധ്യമ സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന NCTVക്കും NCTVയുടെ ഓരോ പ്രവർത്തകർക്കും സ്നേഹം നിറഞ്ഞ ആശംസകളും നന്മകളും ഭാവുകങ്ങളും നേരുകയാണ്. പ്രാദേശിക വാർത്താ ചാനൽ എന്നുള്ള നിലയ്ക്ക് NCTV കഴിഞ്ഞ 20 വർഷമായി നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളും ഈ പ്രദേശങ്ങളിലെ ജനവിഭാഗത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വാർത്തയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പ്രാദേശികമായിട്ടുള്ള ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യങ്ങൾ വാർത്തകളെ സംബന്ധിച്ചുമൊക്കെ നേരത്തെ പുതുക്കാടായി ആസ്ഥാനമായാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ ആമ്പലിലേക്ക് മാറുകയും കൂടുതൽ സൗകര്യത്തോടു കൂടി കൂടുതൽ ചാനലുകൾ തുടങ്ങുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ലേഖകന്മാരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ സത്യസന്ധമായും കൃത്യമായും അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവരത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ ആളുകളും രാവിലെ തന്നെ അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ പ്രദേശത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് NCTV നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ NCTV ചാനലാണ് ആദ്യമായി വെക്കുക. പ്രാദേശികമായി എന്തെല്ലാം സംഭവങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റിയുള്ളത് പൊതുപ്രവർത്തകർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റെല്ലാ ജനവിഭാഗത്തിനും ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ സ്പന്ദനങ്ങൾ അറിയാൻ അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഈ പ്രദേശങ്ങളിലുള്ളത് അത് മുഴുവൻ അറിയാൻ പറ്റുന്ന രീതിയിലേക്കാണ് NCTVയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് വേരോടിയിരിക്കുക. അപ്പോൾ തീർച്ചയായും അവർക്ക് ഈ കഴിഞ്ഞ 20 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇതിൻ്റെ എല്ലാ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ നൽകുകയാണ്. നമ്മുടെ മേഖലയിൽ NCTVയുടെ വാർത്താ അവതരണം തുടങ്ങിയിട്ട് 20 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഗ്രാമീണ മേഖലയിൽ ഒക്കെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ നമ്മുടെ പ്രാദേശിക വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ പൊതുവായ വാർത്താ ചാനലുകളൊക്കെ തന്നെ വലിയ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
വാർത്തകൾ അറിയിക്കുക എന്ന് മാത്രമല്ല, സുതാര്യമായ രൂപത്തിൽ വാർത്തകളെ കൈകാര്യം ചെയ്യുക എന്ന രൂപത്തിലേക്ക്, മാധ്യമ പ്രവർത്തനം അതാണ് എന്ന രൂപത്തിലേക്ക് NCTV ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ ചാനലായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. 21ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന NCTVയുടെ അതിൻ്റെ സംഘാടകർക്ക് സ്നേഹപൂർവ്വം എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ പത്രമാധ്യമങ്ങളാണ് നമ്മുടെ പ്രാദേശികമായ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്. നമുക്കറിയാം, പ്രാദേശികമായ വാർത്തകൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിലൊക്കെ കിട്ടുന്നത് NCTVയിലൂടെയാണ്. അത് യാതൊരു സംശയമില്ല. കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വാർത്തകളായാലും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാർത്തകളായാലും വളരെ കൃത്യമായി ആ ദൗത്യം നിർവഹിക്കുന്നവരാണ് NCTV പ്രവർത്തകർ. അതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം എപ്പോഴായാലും എപ്പോൾ വിളിച്ചാലും ഓൺ ദ സ്പോട്ടിൽ അവർ എത്തിച്ചേരുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം ഒരാൾക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫിനെ വിട്ടിട്ടാണെങ്കിലും അവർ ആ ദൗത്യം നിറവേറ്റാറുണ്ട്. കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരുപാട് പദ്ധതികളും ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ഉദ്ഘാടന സെക്ഷൻ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു അപകടം നടന്നാലോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും യഥാവിധി എത്തിക്കുന്നവരാണ് NCTV പ്രവർത്തകർ. അതുകൊണ്ട് ആ പ്രാദേശിക വാർത്ത എന്നുള്ള ആ ഇതിൽ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന NCTV പ്രവർത്തകർക്കും NCTVയുടെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ അവസരത്തിൽ 20ാം വാർഷികം ആഘോഷിക്കുകയാണ് NCTV. അപ്പൊ ഈ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നല്ല നല്ല വാർത്തകൾ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക വാർത്താ ചാനലാണ് NCTV ന്യൂസ്. NCTV 20 വർഷം അവരുടെ ജൈത്രയാത്ര ആരംഭിച്ചിട്ട് 20 വർഷം പൂർത്തീകരിക്കുകയാണ്. ഒരു പ്രാദേശിക വാർത്താ ചാനൽ ഇത്രയധികം നാളുകൾ അല്ലെങ്കിൽ ഇത്രയധികം വർഷങ്ങൾ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. പ്രതിസന്ധികളും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് 20 വർഷം പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചത് അവർ ഉയർത്തിപ്പിടിക്കുന്ന സത്യസന്ധതയുടെ ഭാഗമായിട്ടാണ് എന്നാണ് ഞങ്ങൾ പൊതുവിൽ കരുതുന്നത്. അത് വീണ്ടും മുന്നോട്ട് പോകാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി വാർത്തകൾ എത്തിച്ചു നൽകാൻ, നേരായ വാർത്തകൾ എത്തിച്ചു നൽകുന്നതിന് വേണ്ടി ഇനിയും അവർക്ക് സാധിക്കട്ടെ. 20 വർഷം പൂർത്തീകരിക്കുന്ന NCTVക്ക് എല്ലാവിധ ആശംസകളും ആത്മാർത്ഥമായി നേരുകയാണ്. പ്രാദേശിക വാർത്താ രംഗത്ത് 20 വർഷം പൂർത്തീകരിച്ച NCTV ഈ അളകപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം തന്നെ ഞങ്ങളുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, ഇവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ച NCTVക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രാദേശിക വാർത്താ ചാനൽ രംഗത്ത് സാധാരണ ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വാർത്തകൾ എത്തിക്കുന്ന NCTVയുടെ 20 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. NCTV നവംബർ 1-ാം തീയതി 20 വർഷത്തെ പ്രാദേശിക വാർത്താ മാധ്യമ രംഗത്തെ സേവനം പൂർത്തീകരിക്കുകയാണ്. സുതാര്യമായും സത്യസന്ധമായും വാർത്തകൾ കൊടുത്തുകൊണ്ട് ജനകീയമായി ജനപ്രിയമായിട്ടുള്ള ഒരു ചാനലായി NCTVക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിരവധിയായിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് NCTV കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും NCTVക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ നേരുകയാണ്. NCTV ഈ വരുന്ന നവംബർ 1-ന് 20 വർഷം തികയ്ക്കുകയാണ്. വാർത്താ മാധ്യമ ദൃശ്യരംഗത്ത്
നല്ല സേവനം കാഴ്ചവെച്ച NCTVക്ക് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലുള്ള എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. ഞാനും ജനപ്രതിനിധിയായിട്ട് 15 വർഷമായി. 15 വർഷക്കാലത്തോളം NCTVയുടെ സേവനവും അതുപോലെ തന്നെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ പൊതുജീവിതത്തെയും നന്നായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അവർ നൽകിയ എല്ലാ സേവനത്തിനും ഈ ഒരു അവസരത്തിൽ സ്നേഹവും നന്ദിയും ആശംസകൾ അറിയിക്കുകയാണ്. നവംബർ 1-ാം തീയതി ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ അഭിമാനത്തോടെ അടയാളപ്പെടുത്തുന്ന ദിനമാണ് കേരളപ്പിറവി ദിനം. 1956 നവംബർ 1-നാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഒന്നിപ്പിച്ച് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. അതിനു മുൻപ് കേരളം 3 ഭാഗങ്ങളായി വേർപിരിഞ്ഞിരുന്നതായിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തോടെയാണ് കേരളം ഒരു ഐക്യ സംസ്ഥാനമായി പിറവിയെടുത്തത്. കേരളത്തിന്റെ പിറവി വെറും ഭരണപരമായ മാറ്റമല്ല, അത് സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകവുമാണ്. നാടിന്റെ ചരിത്രം, സാഹിത്യം, കല, സംഗീതം, നാടകം, വാസ്തുവിദ്യ, ആചാരങ്ങൾ എല്ലാം കൂടി മലയാളത്തിന്റെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു. മലയും കടലും പുഴകളും ചേർന്ന പ്രകൃതി സൗന്ദര്യം, വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും നേടിയ മുന്നേറ്റങ്ങൾ, സഹജീവിതത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും സമ്പന്നമായ പാരമ്പര്യം, ഇതെല്ലാം കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ ലോകമറിയുന്ന തരത്തിൽ ഉയർത്തിപ്പിടിച്ചു. കേരളപ്പിറവി ദിനത്തിൽ സ്കൂളുകളും സ്ഥാപനങ്ങളും നിറഞ്ഞ മലയാളാഭിമാനത്തോടെയാണ് ആഘോഷങ്ങൾ നടത്തുന്നത്. ഈ ദിനം മലയാള ഭാഷയോടും സംസ്കാരത്തോടുമുള്ള നമ്മുടെ കടപ്പാടിനെ ഓർമ്മപ്പെടുത്തുന്ന ദിനവുമാണ്. മലയാള ഭാഷയുടെ മാത്രമല്ല, മതിലില്ലാത്ത മനസ്സുകളുടെയും മതേതര മൂല്യങ്ങളുടെയും കലവറയായിരുന്നു എന്നും കേരളം. കാലത്തിന്റെ കുതിപ്പിൽ എങ്ങും എവിടെയും ഒന്നാമതെത്താൻ നാട് ഒത്തൊരുമിച്ച് കൈകോർത്ത എത്രയെത്ര ഏടുകൾ. ഓരോ മലയാളിയുടെയും കൂട്ടായ്മയും സ്നേഹത്തിന്റെ നാമ്പുകളും അണയാതിരിക്കട്ടെ. ഏവർക്കും NCTVയുടെ കേരളപ്പിറവി ആശംസകൾ. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വില സിലിണ്ടറിന് 4 രൂപ കുറച്ചു. ഇതോടെ 19 കിലോ സിലിണ്ടറിന് 1599 രൂപയായി. കഴിഞ്ഞ മാസം പാചകവാതക വില സിലിണ്ടറിന് 16 രൂപ കൂട്ടിയിരുന്നു. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തി ഓരോ മാസവും 1-നാണ് എണ്ണ കമ്പനികൾ LPG വില പരിഷ്കരിക്കുന്നത്. അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില പരിഷ്കരിച്ചത് 2024 മാർച്ച് 8-നായിരുന്നു. ഒല്ലൂരിൽ ബൈക്കിന്റെ പിൻചക്രത്തിൽ സാരി കുടുങ്ങി വീണ് 36-കാരിക്ക് പരിക്കേറ്റു. എറവക്കാട് ചിറ്റിശ്ശേരി സ്വദേശിനി ടീന ജസ്റ്റിനാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലയാള കവിതയ്ക്ക് പുതുഭാവുകത്വം നൽകിയ KG ശങ്കരപ്പിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം. കവിതയുടെ സംക്രമണകാലത്തിന് ശോഭയേകിയ കവിയാണ് KG ശങ്കരപ്പിള്ളയെന്ന് പുരസ്കാര സമിതി പറഞ്ഞു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപനം നടത്തിയത്. മലയാളത്തിലെ ശ്രദ്ധേയനായ കവിയും സാഹിത്യ നിരൂപകനുമാണ് KG ശങ്കരപ്പിള്ള. കേരള കേന്ദ്ര സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. NS മാധവൻ, KR മീര, ഡോക്ടർ KM അനിൽ, പ്രൊഫസർ CP അബൂബക്കർ എന്നിവരടങ്ങുന്ന പുരസ്കാര സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. മണ്ണുത്തിയിൽ വ്യാപാരിയെ ആക്രമിച്ച് 75 ലക്ഷം രൂപ കവർന്ന കേസിൽ കൂടുതൽ പേർ പിടിയിൽ. മുഖ്യപ്രതികളായ എറണാകുളം സ്വദേശിയായ അബ്ദുൾ ഹക്കീം, വടുതല സ്വദേശി കണ്ടെയ്നർ സാബു എന്നിവരും കോട്ടയം കാനം സ്വദേശിയായ രാഹുലുമാണ് അറസ്റ്റിലായത്. മുഖ്യപ്രതികളായ അബ്ദുൾ ഹക്കീമിനെ ഡൽഹിയിൽ നിന്നും കണ്ടെയ്നർ സാബുവിനെ എറണാകുളത്തെ ആശുപത്രിയിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. രാഹുലിനെ കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം കളമശ്ശേരി സ്വദേശി നിയാസ്, അങ്കമാലി സ്വദേശി ശ്യാം എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. കണ്ടെയ്നർ സാബുവിന്റെയും ഹക്കീമിന്റെയും നേതൃത്വത്തിലാണ് കവർച്ചയ്ക്കായുള്ള ആസൂത്രണം നടന്നത്. അതേസമയം ഇവരെ കൂടാതെ കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം. ഒക്ടോബർ 25-ന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബംഗളൂരുവിൽ ട്രാവൽസ് നടത്തുന്ന മലപ്പുറം സ്വദേശി മുബാറക് വാഹനം വിറ്റുകിട്ടിയ 75 ലക്ഷം രൂപയുമായി മണ്ണുത്തിയിൽ വന്നിറങ്ങിയപ്പോഴാണ് പ്രതികൾ പണം അപഹരിച്ചത്. വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ഇന്നോവ വാഹനത്തിലാണ് പ്രതികൾ എത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും മണ്ണുത്തി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്.
അതേസമയം മോഷ്ടിക്കപ്പെട്ട 75 ലക്ഷം രൂപ വാഹനം വിറ്റ് കിട്ടിയത് തന്നെയാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒല്ലൂർ ACPSP സുധീരൻ, തൃശൂർ ACP KG സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കമ്മീഷണർ അഭിനന്ദിച്ചു. കഴിഞ്ഞ ദിവസം 25-ാം തീയതി മണ്ണുട്ടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ക്രൈം നമ്പർ 1023/25 ഒരു റോബറി കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തായിരുന്നു. എടപ്പാൾ സ്വദേശിയായ ഒരു വ്യാപാരിയുടെ 75 ലക്ഷം രൂപ ഒരു ഗ്യാങ് വന്നിട്ട് അവിടെ നിന്ന് റോബറി നടന്നിട്ട് അവിടെ കൊണ്ടുപോയായിരുന്നു. ആ സമയത്ത് ആ വ്യാപാരി അവരോട് നിർത്താൻ ശ്രമിച്ച സമയത്ത് അവർ വ്യാപാരിനോട് അടിച്ചിട്ട് ആ പൈസ കൊണ്ടുപോയി. അത് ബന്ധപ്പെട്ട് നമ്മുടെ ഒല്ലൂർ DYSP സുധീരൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ACP സലീഷ്, ദെൻ നമ്മുടെ ഇവിടുത്തെ സാഗോക് ടീം ലീഡ് ബൈ SI പളനിസ്വാമി, ഇവരെല്ലാം ഒരുമിച്ച് നിന്നിട്ട് ഒരു ടീമായിട്ട് ഫോം ചെയ്തിട്ട് നമ്മുടെ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു ക്ലൂ ഇല്ലായിരുന്നു. ആരൊക്കെയാണ് വന്ന അതിന് ബന്ധപ്പെട്ടുള്ള CCTV ഒന്നും ക്ലാരിറ്റി ഇല്ലായിരുന്നു. നമ്മുടെ ടീം പല സ്ഥലം പോയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ ഭാഗത്ത് ഇൻവെസ്റ്റിഗേഷനിൽ പല ടൂൾസ് ഉപയോഗിച്ച് ഈ ടീമുള്ള ഈ റോബറി നടക്ക ആൾക്കാർക്ക് 2 ദിവസത്തിൻ്റെ അകത്ത് തന്നെ കണ്ടുപിടിച്ചു. ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു പ്ലാനിങ് ആയിട്ട് ആളുണ്ടായിരുന്നു. അദ്ദേഹം പേര് ഹക്കീം, എറണാകുളം സ്വദേശിയാണ്. അതിൻ്റെ കൂടെ തന്നെ കണ്ടെയ്നർ സാബു, അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. ഈ 2 പേര് മെയിനായിട്ട് ഈ റോബറി ഉള്ള ആളായിരുന്നു. സോ ഇതുവരെ ഈ റോബറി കേസിൽ നമ്മൾ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കുറച്ച് കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയാണ്. അവർ ടീം ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു അറസ്റ്റ് ഇറ്റ്. ഇതിൻ്റെ ഹക്കീം പറഞ്ഞ ആൾ നമ്മൾ പല നോക്കിയിട്ട് ഹക്കീമും കണ്ടെയ്നർ സാബു കുറേ എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ ടീം ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ റിക്കവറിയുള്ള ഭാഗവും നമ്മൾ നോക്കുന്നുണ്ട്. കുറച്ച് റിക്കവറി ഒരു 10% ആയിട്ട് റിക്കവറി നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അടുത്ത റിക്കവറിയും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇത് കേസുള്ള ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,275 രൂപയും പവന് 90,200 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.